ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. വ്യാഴമാറ്റം 2025 ശ്രദ്ധിക്കേണ്ടത് ആരെല്ലാം? ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതാണ് ഗോചരം അല്ലെങ്കിൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. നവഗ്രഹങ്ങളിൽ ശനി, ഗുരു, രാഹുകേതു ഇവയുടെ ഗോചരത്തിന് പ്രാധാന്യമുണ്ട്. കാരണം ശനി ഒരു രാശിയിൽ 2.5 വർഷവും രാഹുകേതുക്കൾ 1.5 വർഷവും ഗുരു 1 വർഷവും നിൽക്കുന്നു എന്നുള്ളതാണ്. 2025 മെയ് 15 ഇടവം രാശിയിൽ നിന്ന് ഗുരു മിഥുനത്തിലേക്ക്. ഗുരു ജനിച്ചത് പൂയം നക്ഷത്രത്തിലാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുരു നിൽക്കുന്ന ഭാവത്തിന് രാഹുകർമ്മ കൊടുക്കുന്നു. 5, 7, 9 ദൃഷ്ടിയും വരും. ഗുരു പാർത്താൽ കോടി നന്മൈ എന്ന് കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഗുരുവിന്റെ മാറ്റം 27 നക്ഷത്രക്കാരെയും ബാധിക്കുമോ? ഒരിക്കലുമില്ല. ലഗ്നം ചന്ദ്രൻ ലഗ്നാധിപൻ പൂയം, വിശാഖം, ചതയം നക്ഷത്രത്തിലാണ് നിങ്ങളുടേതെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. 12 രാശികളിൽ ധനുലഗ്നം വരുന്നവരും ഈ വ്യാഴമാറ്റത്തെ വളരെ ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം. ഈ മാറ്റത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കേണ്ടത് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരാണ്. ഓരോരുത്തരുടെ ജാതകവും യുണീക്കാണല്ലോ. ഗുരു ഗോചരത്തിൽ മിഥുന രാശിയിൽ വരുമ്പോൾ അത് നമുക്ക് എത്രാമത്തെ ഭാവമായി വരുന്നു, അതിൽ നാം ജാഗ്രത പുലർത്തേണ്ടതാണ്. ജാതകത്തിൽ ഗുരു 9ാം ഭാവത്തിൽ നിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കാലപുരുഷന്റെ 9ാം ഭാവം ധനുരാശിയാണ്. ധനുരാശിക്ക് രാഹുകർമ്മ ദോഷമുണ്ട്. ആത്മഹത്യ, ക്യാൻസർ തുടങ്ങിയ മാറാരോഗങ്ങൾ, വാഹന അപകടങ്ങൾ നടന്നിട്ടുള്ള കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ വ്യാഴമാറ്റത്തെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാശി, ഗയ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ പിതൃകർമ്മം ചെയ്തിട്ടുള്ളവരാണെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും പിതൃപൂജ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ ഗുരുവിന്റെ ഗോചരത്തെ ഭയപ്പെടേണ്ടതില്ല. പാരമ്പര്യ ജ്യോതിഷം അനുസരിച്ച് ഗുരു ജ്ഞാനകാരകനാണ്. അതുകൊണ്ട് തന്നെ 3, 6, 8, 12 ഗുരു നിൽക്കുന്നത് ശോഭനമല്ല. പാരമ്പര്യ ജ്യോതിഷത്തിലെ എല്ലാ തത്വങ്ങളും ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണമായി മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഇതിൽ ജനിച്ച ഒരാളുടെ ചന്ദ്രന്റെ സ്ഥാനം മേടത്തിലാണ്. 3ാം ഭാവമായ മിഥുനത്തിലേക്ക് ഗുരു മാറുന്നത് ശോഭനമല്ല എന്നർത്ഥം. മകര രാശിക്കാർക്ക് 6ാം ഭാവത്തിലേക്കും, വൃശ്ചിക രാശിക്കാർക്ക് 8ലേക്കും, കർക്കടകം രാശിക്കാർക്ക് 12ലും ഗുരു വരുമ്പോൾ മറഞ്ഞ സ്ഥാനത്ത് ഗുരു നിൽക്കുന്നു. 6, 8, 12 മറവ് സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ ജ്ഞാനം ഇവർക്ക് ലഭിക്കാത്ത ഒരു വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത്. വിഷ്ണു പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പാരമ്പര്യ ജ്യോതിഷമാണോ, DNA അസ്ട്രോളജി ആണോ നിങ്ങളുടെ യുക്തിക്ക് ശരിയോ എന്ന് തോന്നുന്നത് അത് സ്വീകരിക്കാം. കാരണം നാം ഭാരതീയരാണ്, സനാതന ധർമ്മമാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള പൂർണ്ണ യുക്തി അവനവനിൽ മാത്രം നിക്ഷിപ്തമാണ്. നന്ദി, നമസ്കാരം.